ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം കമ്പനി ബോർഡ് LGSന്റെ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന സെക്ഷന്റെ ക്ലാസ് തുടങ്ങിയിരുന്നു. അപ്പൊ നിങ്ങളുടെ സിലബസിൽ ഇതാണ് പൊതുജനാരോഗ്യം. പൊതുജനാരോഗ്യത്തിന് 10 മാർക്കാണ്. ആ സെക്ഷൻ ഫുൾ ആയിട്ട് നമ്മളൊരു സീരീസ് ആയിട്ട് ചെയ്യാണ്. അപ്പോൾ പൊതുജനാരോഗ്യത്തിന് 10 മാർക്കാണുള്ളത്. അതിൽ നമ്മൾ ഒന്നാമത്തെ സെക്ഷനായ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും SCRT ബേസ്ഡ് ആയിട്ടും അല്ലാതെയും മുഴുവനായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതില് രോഗങ്ങളും രോഗകാരികളും കോഡ് വെച്ചിട്ട് ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, അത് നമ്മൾ ഫ്രണ്ട്ലി PSCയിൽ പണ്ട് ഒരു 5 വർഷം മുമ്പ് ഞാൻ റെഡിയാക്കി എടുത്തൊരു കോഡാണ്. അത് മിക്കവർക്കും യൂസ്ഫുൾ ആയെന്ന് പറയുന്നുണ്ട്. നമ്മുടെ പിള്ളേർക്ക് ജോലി കിട്ടിയ കുട്ടികൾ ഇപ്പോഴും ആ കോഡൊന്നും മറന്നിട്ടില്ല എന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കോഡ് തന്നെ പഠിച്ചാൽ മതി. ആ കോഡ് ഞാൻ ഫ്രണ്ട്ലി PSCയുടെ ലൈവിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ചാനൽ എടുത്തിട്ട് മേളിൽ ലൈവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവിലെടുത്ത ക്ലാസ്സൊക്കെ കാണാം. അപ്പോൾ കാണാത്തവർ അതും കൂടെ കാണുക. അപ്പോൾ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്നൊരു സെക്ഷനാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഈ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തിൽ നമുക്ക് SCRT കുറച്ച് ഫാക്ടർ ഒന്ന് പഠിച്ചിട്ട് ബാക്കി ജനറൽ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഈ യോദ്ധാവ് എന്ന് പറയുന്ന നമ്പർ കേട്ടിട്ടുണ്ടോ? അതായത് യോദ്ധാവ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വിളിക്കാനുള്ള ഒരു പദ്ധതിയാണ് യോദ്ധാവ്. അപ്പൊ ആ ഒരു സ്കീമിൽ ആ നമ്പറിലേക്ക് വിളിച്ചു പറയണം. അപ്പൊ യോദ്ധാവ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയുടെ പേരാണ് യോദ്ധാവ്. അപ്പൊ ഈ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തിൽ എന്താണ് ആരോഗ്യം എന്ന് നമ്മൾ അറിയണം. ആരോഗ്യം എന്ന് വെച്ചാൽ എന്താ? ശാരീരികവും മാനസികവുമായിട്ടുള്ള നമ്മുടെ സുസ്ഥിതിക്കാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ആരോഗ്യം പോകുന്നത് എപ്പോഴാണ്? നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും രോഗകാരികൾ കയറുമ്പോഴാണ് ഈ ആരോഗ്യം പോകുന്നത്, നമുക്ക് അസുഖം വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന രോഗകാരികളെയാണ് നമ്മൾ ആന്റിജൻ എന്ന് പറയുന്നത്. ആന്റിജൻ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മുടെ ശരീരം അതിനെ ഓടിക്കാനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവാണ് ആന്റിബോഡി. അപ്പൊ ഈ ആന്റിജനെ ആന്റിബോഡി തോൽപ്പിച്ചാൽ മാത്രമേ നമുക്ക് അസുഖം വരാതിരിക്കുകയുള്ളൂ. ആന്റിബോഡിക്ക് ആന്റിജനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആന്റിജൻ നമ്മളെ ആക്രമിച്ച് നമുക്ക് അസുഖം വരും. അപ്പൊ SCRTയിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആന്റിജൻ എന്നുള്ളത്. രോഗാണുക്കള്, പരാഗരേണുക്കൾ, പൊടി, ചില ഭക്ഷ്യവസ്തുക്കൾ, രാസവസ്തുക്കൾ, ഇവയൊക്കെ ആന്റിജനാണ്. കാരണം ഈ പൊടിയും പരാഗരേണുക്കളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ആന്റിജൻ ആണോ? നമുക്ക് അലർജി ഉണ്ടാക്കും, ചിലർക്ക് അത് അലർജി ഉണ്ടാക്കും. അപ്പോൾ അലർജി ഉണ്ടാക്കുന്നത് കൊണ്ട് അതൊരു ആന്റിജനിൽ വരുന്നതാണ് ആണല്ലോ. അടുത്തത്, ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് ആന്റിജൻ വരുമ്പോൾ നമ്മുടെ ശരീരം തിരിച്ച് പ്രവർത്തിക്കും, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനത്തിനെയാണ് രോഗപ്രതിരോധം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ട് 2 രീതിയിലുള്ള രോഗപ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ആദ്യത്തെയാണ് സഹജ പ്രതിരോധം. സഹജം എന്ന് വെച്ചാൽ എന്താ? ജന്മനാ ഉള്ളത്. മലയാളത്തിൽ ചോദിച്ചതാണ് അല്ലെ സഹജം. സഹജത്തിന്റെ വിപരീതം ഞാൻ പഠിപ്പിച്ചു. PSC ചോദ്യമാണ്. എന്താണ്? ആർജിതം, നേടിയെടുക്കുന്നത്. അപ്പൊ സഹജ രോഗപ്രതിരോധവും പിന്നെന്താണ്? ആർജിത പ്രതിരോധവും. അപ്പൊ നമുക്കത് നോക്കാം. ഈ സഹജ രോഗപ്രതിരോധം എന്ന് വെച്ചാൽ എന്താണെന്നോ? ജന്മനാ തന്നെ ആന്റിജൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നതിനെ തടയുന്ന ഒരു സംവിധാനം നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനെയാണ് സഹജ രോഗപ്രതിരോധം എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ തന്നെ എന്തെന്നും പറയാം? പ്രാഥമിക തല പ്രതിരോധം എന്നും പറയാം. ഈ സഹജ പ്രതിരോധത്തിന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നാ പറയാം. ഇന്നേറ്റ്, ജന്മനാ ഉള്ളത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റി. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളതെന്ന് പറയാം. SCRTയിലുള്ളത് നമുക്കെല്ലാം ജന്മനാ ഉണ്ട്. എന്ത്? ഈ കണ്ണുനീര്, എന്തെങ്കിലും പൊടി വരുമ്പോൾ കണ്ണീര് വന്ന അത് പോകും. അണുക്കൾ കയറുമ്പോൾ കണ്ണീര് വന്ന് അതിനെ നശിപ്പിച്ച് കളയും. പിന്നെ വായിലെന്തെങ്കിലും മൈക്രോ ഓർഗാൻസ് ഒക്കെ കയറുമ്പോൾ അതിനെ നശിപ്പിക്കാനായിട്ട് എന്തുണ്ട്? ഉമിനീര്. ജന്മന എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളതാണ്. ഇനി ശ്വാസകോശത്തിന്റെ കേസിലേക്ക് വന്ന എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഒക്കെ കയറിയാൽ സീലിയ അതിനെ നശിപ്പിച്ച് കളയും. എന്താ? മൈക്രോ ഓർഗാൻസ് എല്ലാത്തിനെയൊക്കെ സീലിയ നശിപ്പിച്ച് കളയാറുണ്ട്. അപ്പൊ ശ്വാസനാളത്തിലെ സീലിയ. പിന്നെ ത്വക്കിലാണെങ്കിൽ സേബം എന്ന് പറഞ്ഞൊരു ലിക്വിഡ് ഉണ്ട്, സേബം. അപ്പൊ ത്വക്കിലെ സേബം, ശ്വാസകോശത്തിലെ ശ്വാസനാളത്തിലെ സീലിയ, കണ്ണീര്, ഉമിനീര്, ഇവയൊക്കെ സഹജ പ്രതിരോധത്തിനെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ദഹനപഥത്തിലും മൂത്രപഥത്തിലും ഒക്കെ എന്തുണ്ട്? ഉപകാരികളായ ബാക്ടീരിയകളുണ്ട്. അപ്പൊ വേറെ ബാക്ടീരിയകൾ വരുമ്പോൾ ഈ ബാക്ടീരിയകൾ വരെ തിന്ന് നശിപ്പിക്കും. പിന്നെ ഈ ഭാഗങ്ങളിൽ എന്തുണ്ട്? ശ്ലേഷ്മമുണ്ട്, ശ്ലേഷ്മസ്തരമുണ്ട്. പിന്നെ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇപ്പൊ നമ്മൾ ഭക്ഷണത്തിൽ കൂടെ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഉള്ളിൽ ചെന്നാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അവനെ നശിപ്പിച്ച് കളയും. പിന്നെ ചെവിയിലാണെങ്കിലോ കർണമെഴുക്, ചെവിയിലും മെഴുകുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടിയ സഹജ പ്രതിരോധ സംവിധാനമാണ്. ഇനി ഇത്രയൊക്കെ സഹജ പ്രതിരോധ അഥവാ
പ്രാഥമിക പ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും ചില മൈക്രോ ഓർഗാനിസം ഒക്കെ അതും ഭേദിച്ച് ഉള്ളിലേക്ക് വരും. അപ്പോ അവയെ നശിപ്പിക്കാനായിട്ട് ഈ സഹജ പ്രതിരോധം അഥവാ പ്രാഥമിക പ്രതിരോധത്തിന്റെ തന്നെ ഒരു ഉപവിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ തന്നെ ഭാഗമാണ്. അതിനെയാണ് സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി അഥവാ ദ്വിതീയ പ്രതിരോധം എന്ന് പറയുന്നത്. ദ്വിതീയ തല പ്രതിരോധം അതാ സഹജത്തിന്റെ തന്നെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിന് ഉദാഹരണം ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. നമ്മുടെ വെളുത്ത രക്തകോശത്തിൽ വരുന്ന ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, മോണോസൈറ്റ്, ബേസോഫിൽ. അപ്പൊ നമ്മുടെ ന്യൂട്രോഫിലിന്റെ ധർമ്മം എന്താണെന്ന് അറിയാവോ? ഏതെങ്കിലുമൊക്കെ ബാക്ടീരിയ വരുമ്പോഴത്തേക്ക് ആ ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കും. എന്നിട്ട് അവയ്ക്കെതിരെയുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ ന്യൂട്രോഫിലിന്റെ ധർമ്മം എങ്ങനെ ഓർത്താൽ മതി? ബാക്ടീരിയയെ വിഴുങ്ങി ന്യൂട്രലാക്കി കളയും. കുറെ എണ്ണം ഉണ്ടെങ്കിൽ തിന്ന് എല്ലാത്തിനും ന്യൂട്രലാക്കി കളയും എന്ന് ഓർക്കാം. പിന്നെ ഇസ്നോഫിൽ അലർജിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അലർജി ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നു. പിന്നെ എന്ത് ചെയ്യും? പരാതങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അലർജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്നോഫിലും വിഴുങ്ങി നശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂട്രോഫിലുമാണ് ഓർക്കുന്നത്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ വിഴുങ്ങി ന്യൂട്രലാക്കും എന്ന് ഓർത്താൽ മതി. മോണോസൈറ്റും അതുപോലെ തന്നെയാണ്. അന്യവസ്തുക്കള്, ബാക്ടീരിയ, മൃതകോശങ്ങളെയൊക്കെ വിഴുങ്ങി നശിപ്പിക്കും. നമ്മൾ മോണ കൊണ്ടല്ലേ വിഴുങ്ങുന്നത്. അപ്പൊ മോണോസൈറ്റിന്റെ ധർമ്മവും വിഴുങ്ങുന്നതാണെന്ന് തന്നെ ഓർക്കാം. ക്ലിയർ ആണല്ലോ. അടുത്തത് ബേസോഫിലാണ്. ബേസോഫിലിന്റെ ധർമ്മം എന്താണെന്ന് അറിയാവോ? രക്തം കട്ടപിടിക്കുന്നത് തടയുന്നത് ആരാണ്? ഹെപ്പാരിൻ. അപ്പൊ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിനെയും അലർജി ഉണ്ടാകുമ്പോൾ വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റമിനെയും ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ഹെപ്പാരിനും ഹിസ്റ്റമിനും ഉൽപ്പാദിപ്പിക്കുന്നത് ബേസോഫിലാണ്. അതുപോലെ PSC ചോദിച്ചിട്ടുള്ളൊരു ടേമാണ് ഫാഗോസൈറ്റോസിസ്. എന്താണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാല്? നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു വിഴുങ്ങി നശിപ്പിക്കുന്ന കാര്യം. അതായത് വെളുത്ത രക്തകോശങ്ങള് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രോസസ്സിനാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. രണ്ടുപേര് വിഴുങ്ങി നശിപ്പിക്കുന്ന കാര്യം നമ്മൾ പഠിച്ചല്ലോ. ആരൊക്കെയാണ്? ഒന്ന് ന്യൂട്രോഫിലും മോണോസൈറ്റും. അപ്പോ വെളുത്ത രക്തകോശങ്ങൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസിൽ ഏർപ്പെടുന്ന രക്തകോശങ്ങളാണ് എന്ത്? ഫാഗോസൈറ്റുകൾ. ഫാഗോസൈറ്റ് രണ്ടുപേരാണ്, മോണോസൈറ്റും ന്യൂട്രോഫിലും. അപ്പൊ മോണോ കൊണ്ട് തിന്ന് ന്യൂട്രലാക്കി കളയും എന്നോർത്താൽ ആ വിഴുങ്ങുന്നത് വെച്ച് ചോദിച്ചാൽ നമുക്കത് കിട്ടും. അതുപോലെ നമ്മൾ കുറച്ചു മുമ്പ് ബേസോഫിലിന്റെ ധർമ്മം പഠിച്ചല്ലോ. അപ്പൊ അതെങ്ങനെയാണ് രോഗപ്രതിരോധത്തെ സഹായിക്കുന്നതെന്നാണ് ഇത് ഇവിടെ എഴുതിയേക്കുന്നത്. അതായത് വീങ്ങൽ പ്രതികരണം. അതായത് ഈ മുറിവോ ചതവോ ഒക്കെ ഉണ്ടാകുന്ന ഭാഗത്തേക്ക് ഈ രക്തപ്രവാഹം ഇങ്ങനെ കൂടും. രക്തപ്രവാഹം കൂടുമ്പോൾ എന്ത് പറ്റും? അണുബാധ ഉണ്ടാവില്ല. അപ്പൊ രക്തപ്രവാഹം കൂട്ടി അണുബാധയെ തടയുന്ന ഒരു മാർഗം, അതിലൂടെ നമുക്ക് രോഗം വരാതെ തടയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ബേസോഫിലിന്റെ ധർമ്മത്തിൽ പഠിച്ച കാര്യമാണ്. ഹെപ്പാരിന് ഹിസ്റ്റമിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പഠിച്ചില്ലേ? അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇങ്ങനെ മുറിവേറ്റ ഭാഗത്തേക്ക് രക്തപ്രവാഹം കൂടുമ്പോൾ അവിടെ എന്ത് ഉൽപ്പാദിപ്പിക്കും? ഹിസ്റ്റമിൻ രാസവസ്തു മുറിവേറ്റ ഭാഗത്ത് ഉൽപ്പാദിപ്പിക്കും. ഇത് രക്തക്കുഴലുകളെ വികസിപ്പിക്കും. രക്തക്കുഴലുകൾ വികസിക്കുമ്പോൾ അവിടോട്ട് ആരോടിച്ചെല്ലും? അവിടോട്ട് ന്യൂട്രോഫിലും മോണോസൈറ്റും ഓടിച്ചെല്ലും. അവന്മാർ ഓടിച്ചെന്ന് കണ്ണി കാണുന്ന ബാക്ടീരിയ മുഴുവൻ തിന്ന് അവിടുത്തെ ഇൻഫെക്ഷൻ മാറ്റും. അപ്പൊ അതാണ് ഈ വീങ്ങൽ പ്രതികരണം നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നത്, രോഗം വരാതെ സഹായിക്കുന്നത്. ഇങ്ങനെയാണ്. അപ്പൊ ആ ഭാഗത്ത് ഇൻഫെക്ഷൻ തടയും. ക്ലിയർ ആയല്ലോ? ബേസോഫിലും മോണോസൈറ്റും ന്യൂട്രോഫിലും ഒക്കെ കൂടെ മുറിവോ ചതവോ വരുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. പിന്നെ PSC ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഫാരൻഹീറ്റിൽ ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഓപ്ഷൻ്റെ അത് 98.6, 98.5, 98.4. നമുക്കാണ് ഒരു 98 മാത്രം ഓർമ്മ കാണും. അപ്പോൾ നോർമൽ ടെമ്പറേച്ചർ അല്ലേ, അത് ഓർത്തിരിക്കാനുള്ള കോഡാണ്. ഉത്തരം എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത് ഓർത്തിരിക്കാൻ 98 നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ളത് ഓർത്തിരിക്കാനേ നോർമൽ ടെമ്പറേച്ചർ അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ആറിയല്ലേ ഇരിക്കുന്നത് അല്ലെ? ചൂടൊന്നുമില്ല, ആറിയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ 98.6 ചൂടില്ല, ആറിയത് എന്നോർത്താൽ മതി, ശരിയാവും. അപ്പൊ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നോർമൽ ടെമ്പറേച്ചർ അഥവാ 37 ഡിഗ്രി സെൽഷ്യസ്. അതിന് മേളിലേക്ക് ടെമ്പറേച്ചർ പോകുമ്പോഴാണ് നമ്മൾ പനി വന്നു, പനിയാണ് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ അണുബാധയോ വീക്കോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വെളുത്ത രക്താണുക്കള് പൈറോജൻ എന്ന് പറയുന്ന ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കും. പൈറോജനറ്റിക്സ് എന്താ? ചൂടുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പൊ പൈറോജനുകൾ എന്ത് ചെയ്യും? ചൂടുണ്ടാക്കുന്നതാ. അപ്പൊ ഈ പൈറോജനുകൾ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഡിഗ്രിയേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ ശരീരത്തിൽ വരുന്നത്. നമ്മൾ ടെമ്പറേച്ചർ കൂടി പനിയാണ് എന്നൊക്കെ പറയുന്നത്. ഈ ശരീരത്തിലെ വെളുത്ത രക്താണുക്കൾ എന്തിനാണ് ഈ പൈറോജനുകൾ ഉൽപ്പാദിപ്പിച്ച് ശരീരത്തിന് ടെമ്പറേച്ചർ കൂട്ടുന്നതെന്ന് അറിയാവോ? നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ, അതായത്
ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഉയർന്ന താപനിലയിൽ ഫാഗോസൈറ്റുകൾ രോഗാണുക്കളെ കൂടുതൽ വേഗത്തിൽ വിഴുങ്ങി നശിപ്പിക്കും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവൾ പെട്ടെന്ന് പണിയെടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ച് നമ്മളെ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് വെളുത്ത രക്തകോശങ്ങൾ പൈറോജനുകൾ ഉൽപ്പാദിപ്പിച്ച് നമ്മളെ ടെമ്പറേച്ചർ കൂട്ടുന്നത്. അങ്ങനെ പെട്ടെന്ന് ആക്റ്റീവായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടന്നതിന്റെ ഫലമായിട്ട് നമ്മൾ സാധാരണ ടെമ്പറേച്ചറിലേക്ക് മാറി രോഗം മാറും. അപ്പോൾ സഹജ പ്രതിരോധത്തിനെ പറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചു. ഈ സഹജ പ്രതിരോധത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന രോഗത്തിന് പ്രതികരിക്കുന്നു എന്നല്ല, നമ്മുടെ ശരീരത്തിൽ എന്ത് വന്നാലും ജനറൽ ആയിട്ട് ഒരു പ്രതികരണമാണ് ഇതിൽ കാണുന്നത്, സഹജ പ്രതിരോധത്തില്. അതായത് സഹജ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ രോഗകാരികളുടെ ഇനമോ പ്രവർത്തന രീതിയോ പരിഗണിക്കാതെയുള്ളതാണ്. അതിനാൽ ഇവയെ പൊതുവായ പ്രതിരോധം അഥവാ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ആര് വന്നാലും മറ്റേ കാടടിച്ച് വെടിവെക്കുന്ന പോലത്തെ പരിപാടിയാ. എന്ത് വന്നാലും പെട്ടെ ഉപദ്രവിക്കും. നമ്മളെ സംരക്ഷിക്കുക, അത് മാത്രമാണ് അവന്റെ ധർമ്മം. ഇനി നമ്മള് ആർജിത രോഗപ്രതിരോധം പഠിച്ചായിരുന്നല്ലോ, അതെന്താണെന്ന് നോക്കാം. സഹജം എന്ന് വെച്ചാൽ ജന്മനാ നമുക്ക് കിട്ടുന്നതാണ്. എന്നാൽ ആർജിത പ്രതിരോധം എന്ന് പറയുന്നത് ജനിച്ച ശേഷം നമുക്ക് ലഭിക്കുന്ന പ്രതിരോധ ശേഷിയാണ്. ആർജിത രോഗപ്രതിരോധം എന്ന് പറയുന്നത് ജനിച്ചതിന് ശേഷം വികസിക്കുന്ന പ്രതിരോധ ശേഷിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനെതിരെയും പോരാടുകയല്ല, നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആന്റിജനുകളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട രീതിയിൽ റിയാക്ട് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്, അതിന് വേണ്ട രീതിയിൽ പ്രതിരോധിക്കുകയാണ് ആർജിത പ്രതിരോധം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ ഇവനെ എന്തെന്ന് പറയാം, പ്രത്യേക പ്രതിരോധം എന്ന് പറയാം. ആർജിത പ്രതിരോധത്തിൽ പ്രതികരിക്കുന്നവരാരാന്നറിയാവോ, ലിംഫോസൈറ്റുകളാണ്. പ്രധാനമായിട്ട് ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും. അവരുടെ പ്രവർത്തനം നമുക്ക് നോക്കാം. ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ് ഇതെവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് പഠിക്കാം. അതായത് ബി ലിംഫോസൈറ്റ് അത് രൂപപ്പെടുന്നതും പാകപ്പെടുന്നതും അസ്ഥിമജ്ജയിലാണ്. അപ്പൊ ബി ഫോർ ബോൺ മാരോ അതെല്ലാം ബോൺ മാരോയിലാണ്. അപ്പൊ ബി ലിംഫോസൈറ്റ് രൂപപ്പെടുന്നതും പാകപ്പെടുന്നതും എവിടെയാണ്, അസ്ഥിമജ്ജ അഥവാ ബോൺ മാരോയിലാണ്. അവന്റെ ധർമ്മം എന്ന് പറയുന്നത് ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളായ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ആന്റിജനുകൾക്കെതിരെ പ്രോട്ടീൻ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുകയാണ് അവന്റെ ധർമ്മം. ബി പഠിച്ചല്ലോ. ഇനി ടി, ഞാൻ എയ്ഡ്സ് രോഗം പഠിച്ചപ്പോ ടീനെയാണ് ആക്രമിക്കുന്നത് എയ്ഡ്സ് വൈറസ് എന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അതും ചോദ്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തതാണ് ടി ലിംഫോസൈറ്റ് രൂപപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണെങ്കിലും അവൻ മെച്യൂർ ആകുന്നത് തൈമസ് ഗ്രന്ഥിയിലാണ് കേട്ടോ, തൈമസ് ഗ്രന്ഥി. അപ്പോ അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ട് തൈമസ് ഗ്രന്ഥിയിൽ പാകപ്പെടുന്നു, മനസ്സിലായോ? മെച്യൂർ ആകുന്നത് തൈമസിലാണ്. അപ്പൊ T ഫോർ തൈമസ്, അങ്ങനെ ഓർത്തു വെക്കണം. അപ്പൊ ഇവന്റെ ധർമ്മം എന്താന്ന് വെച്ചാല് രോഗകാരികളായ കോശങ്ങളെ അതുപോലെ ക്യാൻസർ കോശങ്ങളെയൊക്കെ തിരഞ്ഞ് നശിപ്പിക്കും. അതുകൊണ്ടാണ് ഇവനെ എയ്ഡ്സ് വൈറസ് ആക്രമിക്കുമ്പോൾ രോഗകാരികളായ കോശങ്ങളെയൊക്കെ തെരഞ്ഞു നശിപ്പിക്കുന്നവനെ ആക്രമിക്കും. അപ്പൊ പിന്നെ അവൻ തെരഞ്ഞു നശിപ്പിക്കില്ല. അതുകൊണ്ട് രോഗകാരികളായ കോശങ്ങളും ക്യാൻസർ കോശങ്ങളൊക്കെ എയ്ഡ്സ് രോഗികളിൽ പെരുകും, അങ്ങനെ അവർ മരിക്കും. മനസ്സിലായോ? അപ്പൊ ടി ലിംഫോസൈറ്റുകളുടെ ധർമ്മവും പഠിച്ചു, ബി ലിംഫോസൈറ്റുകളുടെ ധർമ്മവും പഠിച്ചു. അതായത് സഹജ പ്രതിരോധ സംവിധാനം എല്ലാം പഠിച്ചു, ആർജിതവും പഠിച്ചു. ഈ സഹജവും ആർജിതവും ഒക്കെ ഉണ്ടായിട്ടും നമുക്ക് അസുഖം വരുമല്ലോ. അപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലുകളിലേക്കൊക്കെ പോകും, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകും അല്ലേ? അപ്പൊ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തില് നമ്മൾ എന്തും കൂടെ അറിഞ്ഞിരിക്കണം. അഥവാ എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ എവിടെ പോണം, എന്ത് ചെയ്യണം, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ എവിടാണുള്ളത് എന്നൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇനി നമുക്ക് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തിൽ വരുന്ന ഹെൽത്ത് സെന്ററുകളിലെ കാര്യങ്ങളെയൊക്കെ പറ്റി നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടനയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO. അത് രൂപീകൃതമായത് 1948 ഏപ്രിൽ 7-നാണ്. അതുകൊണ്ടാണ് നമ്മള് ലോക ആരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. എന്നാണ് ഏപ്രിൽ 7-നാണ്. അപ്പോൾ ഈ WHO രൂപീകൃതമായ ആ വർഷം, ആ ദിനമാണ് നമ്മളത് ആചരിക്കുന്നത്. ഇതിന്റെ ആസ്ഥാനം എവിടാണ്? പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ആസ്ഥാനം എവിടാന്ന് അറിയാവോ? ജനീവയിലാണ്. ജനീവ, സ്വിറ്റ്സർലൻഡ്. അപ്പൊ ഓർക്കാനേ
ജനിക്കുമ്പോൾ തന്നെ നല്ല ആരോഗ്യമാണ് എന്നുള്ള രീതിയിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനിക്കുമ്പോൾ തന്നെ ആരോഗ്യം, ജനീവ. ആലോചിക്കാമല്ലോ. അതുപോലെ ഒരു മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായും ആത്മീയമായും സാമ്പത്തികമായും സാമൂഹ്യമായിട്ടും ഉള്ള അവന്റെ സുസ്ഥിതിയാണ് എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യത്തെ നിർവചനം ചെയ്തിട്ടുള്ളത്. അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഈ മാനസികാരോഗ്യം ആരോഗ്യത്തിൽ വരുന്നതാണല്ലോ അല്ലെ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മനസ്സിന് ഭയങ്കര പ്രശ്നമാണെങ്കിൽ എന്താ, അത് ആരോഗ്യമില്ലായ്മ തന്നെയാ. ലോക മാനസിക ആരോഗ്യ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 10. നമ്മൾ ഈ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ വട്ടല്ല കേട്ടോ, നമ്മൾ ഈ ടെൻഷൻ അടിക്കുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെ. എന്നാലും നമ്മൾ നോർമലി മനസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവന് വട്ടാണോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പൊ വട്ടമല്ലേ, ഒക്ടോബർ 10 മാസമല്ലേ, അതിലൊരു വട്ടമില്ലേ, പിന്നെ 10 അതിൽ വട്ടമില്ലേ, അപ്പൊ മൊത്തം വട്ടിന്റെ കളിയാ. അപ്പൊ ലോക മാനസിക ആരോഗ്യ ദിനം ഒക്ടോബർ 10. വട്ട് വെച്ചിട്ട് ആലോചിക്കുക, വട്ടം വെച്ചിട്ട് ആലോചിക്കണം കേട്ടോ. ഒക്ടോബർ 10 തെറ്റത്തില്ലല്ലോ. ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരത്തിന്റെ സഹജവാർഷിക പ്രതിരോധങ്ങളെയൊക്കെ തടസ്സം മറികടന്ന് അസുഖം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ പോകണം അല്ലെ. അപ്പോൾ എല്ലാ ജനങ്ങളിലേക്കും പെട്ടെന്ന് അക്സസിബിൾ ആയിട്ട് ആരോഗ്യ സംരക്ഷണം എത്തിക്കാനായിട്ട് നമ്മളുടെ രാജ്യത്ത് പല സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ അത് സാധാരണ ഗ്രാമങ്ങളിലേക്ക്, ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് ജനങ്ങൾക്ക് ഓടി ചെല്ലുന്നു കയറാനായിട്ട്, അസുഖം വരുമ്പോൾ ചെല്ലാനായിട്ട് ഉള്ളൊരു സംവിധാനമാണ് എന്ത്, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഗ്രാമപ്രദേശത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സംരക്ഷണം നൽകുന്ന കേന്ദ്രങ്ങളാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആരോഗ്യ കേന്ദ്രങ്ങളുടെ മേളിലായിട്ട് എന്തുണ്ടാവും, അതായത് ഒന്നിലധികം ഗ്രാമപ്രദേശത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സംരക്ഷണം നൽകുന്നത് അതിന്റെ മുകളിൽ വരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിൽ എവിടാന്നറിയാവോ, നമ്മുടെ മലപ്പുറത്താണ്. അപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും അവയുടെ സബ് സെന്ററുകളും ഒക്കെ കൂടുതലുള്ളത് മലപ്പുറത്താണ്. ഇനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് മുകളിലായിട്ട് എന്തുണ്ടാവും, ഒരു താലൂക്കിലെ ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകാൻ പാകത്തിനായിട്ടുള്ള സംവിധാനമാണെന്ത്, താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത്. താലൂക്ക് ആശുപത്രിയുടെ മേളിലായിട്ട് എന്താണുള്ളത്, ജനറൽ ആശുപത്രി. ജനറൽ ആശുപത്രിയുടെ മേളിലായിട്ട് എന്തുണ്ട്, മെഡിക്കൽ കോളേജ്. അപ്പൊ ഇങ്ങനെയാണ് ക്രമം: ആരോഗ്യ കേന്ദ്രം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, താലൂക്ക് ആശുപത്രി, ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ്. അപ്പൊ അതിന്റെ സീനിയോറിറ്റി ലെവൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കാം. ഇനി അടുത്തത് കേരളത്തിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടാണ് ചോദിച്ചിട്ടുണ്ട്. എവിടാണ്, ആലപ്പുഴയിലാണ്. അപ്പൊ കേരളത്തിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴ, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴ. പിന്നെ തിരുവനന്തപുരത്ത് എന്തൊക്കെയുണ്ട്, കേരളത്തിലെ ആദ്യ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി, പിന്നെ ശ്രീചിത്ര തിരുവനന്തപുരത്താണ്. പിന്നെ ആദ്യ സർക്കാർ ആശുപത്രി, ആദ്യ ജനറൽ ആശുപത്രി, ആദ്യ മെഡിക്കൽ കോളേജ്, ഇതൊക്കെ തിരുവനന്തപുരത്താണ്. അപ്പൊ തിരുവനന്തപുരത്ത് അത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ അടുത്തൊരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ 2005. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്റ്റ് ആണ്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമീണ മേഖലയിലെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്, ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ സേവനം. ഇപ്പൊ കുറെ പദ്ധതികൾ ഇറക്കി, അതൊക്കെ സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടോ, അവരതുമായിട്ട് അവെയറൊന്നും ആയിരിക്കില്ല. നമുക്കറിയാൻ പറ്റുമോ, എല്ലാവരും പത്രമൊക്കെ വായിച്ച് സാധാരണക്കാരൊക്കെ അതൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്, ഇപ്പൊ ഗർഭിണികൾക്ക് ഇങ്ങനെ ഉണ്ട്, കൗമാരക്കാർക്ക് ഇങ്ങനെ സേവനം കിട്ടുന്നുണ്ട്, ഗവൺമെന്റ് പദ്ധതിയാണ്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അതിന് കുറച്ച് വോളണ്ടിയേഴ്സിനെയും കൂടെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ 2005 എന്ന പദ്ധതി സെൻട്രൽ ഗവൺമെന്റ് ഇറക്കിയത്. അപ്പോൾ ആ പദ്ധതി പ്രകാരം കുറെ വോളണ്ടിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരാണ് ആശാ വർക്കർ. മനസ്സിലായോ, നമ്മുടെയൊക്കെ നാട്ടിൽ ആശാ വർക്കർ ഉണ്ടല്ലോ. അപ്പൊ അവർ വന്ന് നമുക്ക് പറഞ്ഞു തരും അല്ലേ. ഇപ്പൊ ആരെങ്കിലും ഒക്കെ പ്രഗ്നന്റ് ആയാൽ അത് അറിയുമ്പോൾ തന്നെ അവർ വന്ന് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, പിന്നെ വാക്സിൻ എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ, കുത്തിവയ്പ്പ് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിന്റെ സേവനത്തിനായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുള്ള ആ പ്രവർത്തകരെയാണ് ആശാ വർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ആശാ വർക്കറുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് പഠിക്കണം. എന്താണ്, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ് ആശ, ASHA, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആശ. അപ്പൊ ആശാ വർക്കർ എന്തുമായിട്ട് ബന്ധപ്പെട്ട്, ഏത് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ 2005 ബന്ധപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അടുത്തത്
അതുപോലെ നമ്മളുടെ ഫ്രണ്ട്ലി PSCയുടെ മലയാളം ബുക്കാണ്. ഇതിൽ നിന്ന് 2025 പരീക്ഷകൾക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ASM 10 10 മാർക്ക്, ടൈപ്പിസ്റ്റ് 13 മാർക്ക്, ഫീൽഡ് അസിസ്റ്റന്റ് 8 മാർക്ക്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതല്ലാതെ ഓപ്ഷനൊക്കെ വഴി നോക്കാമെങ്കിൽ അതിൽ കൂടുതലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് ഇപ്പോൾ കോംബോ ഓഫർ ഉണ്ട്, വേണ്ടവർ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവർക്ക് ഇങ്ങനെ ഒരു ബുക്കിനെ പറ്റിയൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അതായത് ലോക രക്തദാന ദിനം, ആ ഡേറ്റ് ഒന്ന് പഠിച്ചു വെക്കുക, ഡേറ്റ് ചോദിക്കാറുണ്ട്. ലോക രക്തദാന ദിനം ജൂൺ 14 ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1 ഇനി നമുക്ക് പ്രാഥമിക ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അതായത് പ്രാഥമിക ശുശ്രൂഷ, പെട്ടെന്ന് ഒരാൾക്ക് ശ്വാസതടസ്സം വരുമ്പോൾ നമ്മൾ CPR കൊടുക്കും അല്ലേ? എന്താണ് CPRന്റെ ഫുൾ ഫോം? കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. റിസസിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താ? പുനരുജ്ജീവനം. അപ്പോൾ ഇതിങ്ങനെ സ്ലോ ആയി പോകുമ്പോൾ അത് അടിച്ചടിച്ച് അതിനെ പുനരുജ്ജീവിപ്പിക്കുക, അതാണ് CPR, കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. പുനരുജ്ജീവനം എന്നാണ് റിസസിറ്റേഷന്റെ മീനിങ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഏറെക്കുറെ കിട്ടിക്കാണുമല്ലോ. പിന്നെ പ്രഥമ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പാമ്പ് കടിക്കുമ്പോൾ എന്ത് ചെയ്യണം, പൊള്ളുമ്പോൾ എന്ത് ചെയ്യണം, പെട്ടെന്നൊരു മുറിവുണ്ടായാൽ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ലോക പ്രഥമ ശുശ്രൂഷ ദിനം എന്നാണെന്നറിയാവോ? സെപ്റ്റംബർ മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ്. സെപ്റ്റംബർ മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് ലോക പ്രാഥമിക ശുശ്രൂഷ ദിനം. ഇപ്പൊ എന്താണ് ഈ പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത്? ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു മുറിവോ അപകടമോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നതിനായിട്ട് താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആരോഗ്യ സംരക്ഷണമാണ് എന്ത്? പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരാൾക്ക് ഒരു വലിയ മുറിവ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ബ്ലഡ് അങ്ങനെ ചീറ്റുവാണെങ്കിൽ അവിടെ ഒരു സമ്മർദ്ദം കൊടുത്താൽ, അമർത്തി പിടിച്ചാൽ ആ രക്തസ്രാവം തൽക്കാലം നിലയ്ക്കാൻ കാരണമാകും. അപ്പോൾ പെട്ടെന്നൊരു മുറിവ് ഉണ്ടായാൽ അവിടെ സമ്മർദ്ദം കൊടുത്ത് രക്തസ്രാവം കുറയ്ക്കണം. പിന്നെ ആ മുറിവിലൂടെ മറ്റു രോഗാണുക്കൾ കയറാതെ നോക്കണം. അതുപോലെ ശുശ്രൂഷ ചെയ്യുന്ന ആളുടെ കൈയൊക്കെ നല്ലതായിരിക്കണം. പിന്നെ സംസാരിച്ച് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത്, വായിന്ന് സ്പ്രെഡ് ചെയ്ത് അങ്ങോട്ടൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ കുറച്ച് മുറിവിൻ്റെ അടുത്തുനിന്ന് മാറി നിന്നിട്ട് സംസാരിക്കാവുള്ളൂ. കൈയൊക്കെ ശുദ്ധമായിട്ട് വേണം പ്രഥമ ശുശ്രൂഷ ചെയ്യാൻ. അതാണ് മുറിവ് വരുമ്പോൾ ഉള്ള പ്രഥമ ശുശ്രൂഷ. വൃത്തിയുള്ള തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ അടുത്തത് പൊള്ളലാണ്. പൊള്ളല് പ്രധാനമായിട്ട് 4 ഡിഗ്രി ഉണ്ട്. അതായത് നമ്മൾ പൊള്ളുമ്പോൾ ഒന്ന് ചുമന്ന് വരികയാണെങ്കിൽ അത് 1-ാം ഡിഗ്രി. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ കുമള വരും അല്ലേ? അപ്പോൾ ഇങ്ങനെ കുമളകൾ വരികയാണെങ്കിൽ അത് 2-ാം ഡിഗ്രി. പിന്നെ ഉള്ളില് ചർമ്മത്തിന്റെ ഒക്കെ ആന്തരിക ഭാഗത്തേക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് 3-ാം ഡിഗ്രി. പിന്നെ അതിലും ഉള്ളില് കലകളെയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് 4-ാം ഡിഗ്രി പൊള്ളലാണ്. പിന്നെ പൊള്ളൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്താ? വെള്ളം ഒഴിച്ച് കെടുത്തുക. പിന്നെ ഡ്രസ്സൊന്നും ഈ പൊള്ളലില് പറ്റിപ്പിടിച്ചിരിക്കാതെ നോക്കണം. പിന്നെ അണുബാധ ഉണ്ടാകാതെയൊക്കെ നോക്കണം. പിന്നെ ചെറിയ പൊള്ളലാണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയാൽ മതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജലപ്രവാഹത്തിൽ കഴുകുക ചെറിയ പൊള്ളലാണെങ്കിൽ. അപ്പൊ പൊള്ളലത്. പിന്നെ പാമ്പ് കടിക്കുന്ന കേസാണെങ്കിലോ അവിടുത്തെ ബ്ലഡ് ഇറങ്ങി പോട്ടെന്ന് വിചാരിച്ചാൽ ഒരു തുളയും കൂടെ ഇട്ടിട്ട് അവിടുന്ന് രക്തം ഒഴുക്കി കളയാറൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൂടാ. പാമ്പ് കടിച്ചാൽ അനക്കാതെ വെക്കണം. ഈ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോവാതെ നോക്കണം. അതുകൊണ്ട് തന്നെ ഈ ഹൃദയത്തിന്റെ താഴേക്ക് വെക്കണം. ഹൃദയത്തിന്റെ മേളിലേക്ക് പോകാൻ പാടില്ല. കൈ ഇങ്ങനെ പൊക്കി പിടിക്കരുത്. കയ്യിലൊക്കെ കടിച്ചാൽ താത്തി തന്നെ പിടിക്കണം. അപ്പൊ പാമ്പ് കടിയിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കടി കിട്ടിയ ഭാഗം തീരെ അനക്കരുത്. എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തിൽ വരുന്നത്. ഇനി പ്രധാന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അത് കോഡിലൂടെ ഞാൻ ലൈവിൽ പഠിപ്പിച്ചതാണ്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. ഇനി നമുക്ക് ദേശീയ തലത്തിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനങ്ങളും പഠിക്കാം. അതായത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെയാണ്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാനുള്ള കോഡ് ഞാൻ ഓൾറെഡി ഫ്രണ്ട്ലി PSC ലൈവിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ എടുത്തായിരുന്നു. അപ്പോൾ അത് കോഡ് വേണ്ടവർ ഫ്രണ്ട്ലി PSC ചാനൽ എടുക്കുക, അതിൻ്റെ ലൈവ് നോക്കുക. അതിൽ ഇത് കോഡ് ഉണ്ടാവും, അത് നോക്കുക കേട്ടോ. അപ്പോൾ നോക്കുകയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ്. കോഡൊന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാം. അതായത് നമുക്ക് നല്ല ന്യൂട്രീഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ഹൈ ആകുള്ളൂ. അപ്പൊ ന്യൂട്രീഷൻ ഹൈദരാബാദ്. അടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ ന്യൂഡൽഹി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ന്യൂഡൽഹി. യോഗാ ദിനത്തില് ഡൽഹിയിൽ എല്ലാവരും പ്രധാനമന്ത്രി ഉൾപ്പെടെ നേരുന്നൊരു മൈതാനത്ത് ഇരുന്നിട്ട് യോഗ ചെയ്യാറില്ലേ? അപ്പോൾ യോഗ ചെയ്യുന്നത് ഡൽഹിയിലാണ്. അങ്ങനെ യോഗ ചെയ്യുമ്പോൾ പനിയും ജലദോഷമൊക്കെ ഉള്ളവർ കാണും. അപ്പൊ നോർമലായിട്ടും ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് അസുഖം വരും. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ യോഗ ചെയ്യണ ഡൽഹിയിൽ തന്നെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ പോകാൻ എളുപ്പമുണ്ട് എന്നുള്ള രീതിയിൽ രണ്ടും അങ്ങ് ഓർക്കാം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് രണ്ടും ഡൽഹിയിലാണ്. ഇനി അടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധയും ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്കും ചെന്നൈയിലാണ്. സിദ്ധവൈദ്യം എന്നൊക്കെ പറയുമ്പോൾ തലയോട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തോ പരിപാടിയൊക്കെ ഉണ്ടല്ലോ സിദ്ധവൈദ്യത്തിൽ. പിന്നെ ഈ തലയോട്ടിയിൽ നിറച്ച് അസ്ഥി ഉണ്ടല്ലോ,
അപ്പോൾ സിദ്ധവൈദ്യവുമായിട്ട് ബന്ധപ്പെട്ട് തല ഓർക്കുക. ഞാൻ ചെന്നൈയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഈ ചെന്നി എന്ന് പറയല്ലേ, ഈ ഭാഗത്തിന് ചെന്നി തലയിലല്ലേ. അപ്പോൾ സിദ്ധയും അസ്ഥിയും വെച്ചിട്ട് അത് രണ്ടും ചെന്നിയുള്ള ഈ തല. അപ്പൊ ചെന്നൈയിലാണെന്ന് ഓർക്കാം. അപ്പൊ ചെന്നൈ കിട്ടിയല്ലോ. അടുത്തത് ആ ക്ലാസ്സിൽ ഓർത്തിരിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കണ്ടാൽ മതി കേട്ടോ. ഇന്ത്യയിലെ പെൻസിലിൻ നിർമ്മാണശാല പിംപ്രിയാണ്, മഹാരാഷ്ട്ര. അത് ഓർക്കാനായിട്ട് നമ്മൾ പറയില്ലേ കൊച്ചുണ്ടാപ്രിയാണ്, ഒരു ഉംബ്രിക്കാച്ചിയാന്നൊക്കെ പറയും. അതായത് ചെറുതാണെന്നുള്ള ഇനി കുഞ്ഞു പിള്ളേർ പറയുന്നു ഉംബ്രിക്കാച്ചി. അപ്പൊ നമ്മുടെ കയ്യിലെ പെൻസിൽ എന്താണ്, ഉംബ്രിക്കാച്ചിയാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ പെൻസിൽ ഉംബ്രിക്കാച്ചി വെച്ചിട്ട് ഇന്ത്യയിലെ പെൻസിലിൻ നിർമ്മാണശാല, പെൻസിലിൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ്, അത് പിംപ്രിയാണ്. പിംപ്രി പെൻസിൽ, മഹാരാഷ്ട്ര. അങ്ങനെ ഓർക്കണം കേട്ടോ. അടുത്തത് പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട്, കുന്നൂർ, തമിഴ്നാട്. അത് ഓർക്കാനായിട്ട് നമ്മൾ പാസ്ചറൈസേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് പള്ളിയിലെ പാസ്ചർ ആവാൻ ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പൊ പഠിക്കാനുള്ളത് കുറെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കൂടിയിരുന്ന് പഠിച്ചാലേ തീരുള്ളൂ എന്നുള്ള രീതിയിൽ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂനൂർ ഓർക്കണം കേട്ടോ. കൂനൂർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂരാണ്. ജയ്പൂര്, രാജസ്ഥാൻ. അവിടെ ഈ പഴച്ചാറുകള്, ചെടിയുടെ ചാറുകളൊക്കെ കൊണ്ട് ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യും. സാരിയുടെ ഡിസൈനൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ഇഷ്ടംപോലെ ഹെർബ്സ് ഉണ്ടാവത്തില്ലേ. ഈ ഹെർബ്സ് ആണല്ലോ മെയിനായിട്ട് ആയുർവേദത്തിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂർ എന്നുള്ള രീതിയിൽ ഓർക്കണം. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി, കൊൽക്കട്ട. അതിന്റെ കോഡ് ഹോമിയോപ്പതി. അതിന്റെ പിതാവാരാ, സാമുവൽ ഹാനിമാൻ. നമുക്ക് ഈ ഹാനിമാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹനുമാൻ മരുത്വാമലയും കൊണ്ടുവരണ ഓർമ്മയല്ലേ. അപ്പൊ ഹനുമാന്റെ മരുത്വാമലയിൽ മൊത്തം കല്ലല്ലായിരുന്നോ. അപ്പൊ ഹനുമാനും കല്ല്, കൽക്കട്ട. ആ രീതിയിൽ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി കൽക്കട്ട ഓർക്കണം. അടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി പൂനെയാണ്. നാച്ചുറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെൽ സയൻസ് പൂനെ. രണ്ടും പൂനെ വെച്ചിട്ട് ഓർക്കാൻ പോണു. പൂന തമിഴിൽ എന്താ, പൂച്ച എന്നല്ലേ അർത്ഥം. മിയ പൂന പൂച്ചയാണ്. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതിയും സെൽ സയൻസും അത് ഓർക്കാൻ. എനിക്കൊരു പൂച്ചയുണ്ടേ. ആ പൂച്ച അങ്ങനെ കട്ടിലൊന്നും കയറി കിടക്കില്ല. രാത്രിയാകുമ്പോൾ അവനായിട്ട് ഒരു സെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ജയിൽ പോലെ ഒരു സെല്ല്, കൂട്. അതിലേ കിടക്കുള്ളൂ. അത് നാച്ചുറലായിട്ട് അങ്ങ് കയറിപ്പോയി കിടക്കും. ആരും അവനെ കമ്പൽ ചെയ്യണ്ട. സ്വന്തമായിട്ട് നാച്ചുറലായിട്ട് സെല്ലിൽ കിടക്കുന്ന എൻ്റെ പൂച്ച. അപ്പോൾ നാച്ചുറോപ്പതി, സെൽ സയൻസ് രണ്ടും പൂനെ. 14 ഉണ്ട് കേട്ടോ. 14 നിങ്ങൾ പെട്ടെന്ന് പഠിക്കും. അടുത്തത് സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മൈസൂർ. ഫുഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാ. ഈ മൈസൂർ പോകുമ്പോൾ നിങ്ങൾക്ക് പലതരം മൈസൂർ പാക്കുകൾ കാണാം അല്ലേ. മൈസൂർ പാക്ക് എന്ന് പറയുന്ന സാധനമല്ലേ, കൈ മധുരമുള്ള. അപ്പൊ അതിന്റെ പലതരം റിസർച്ചുകളിലൂടെ പല മൈസൂർ പാക്കുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എന്ന് ഓർത്താൽ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മൈസൂർ പാക്ക്, മൈസൂർ. ഇനി അടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി, ബാംഗ്ലൂർ. അത് ഓർക്കാനായിട്ട് ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ യോയോ വെച്ചിട്ട് ഓർക്കാം. നോർമലി നമ്മൾ അപ്പം ബാംഗ്ലൂരാണ് പഠിക്കണം, അവനൊക്കെ ഇപ്പൊ അടിപൊളിയായി എന്നൊക്കെ ഒരു രീതിയിൽ ഇങ്ങനെ പറയാറില്ലേ. അപ്പൊ യുനാനിയൊക്കെ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ. നിങ്ങൾക്കത് അറിയാന്നുള്ള രീതിയിലാണ് ഞാൻ പടപടപടാന്ന് പറഞ്ഞു പോകുന്നത്. അതെന്താണെന്നൊക്കെ ആ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. യുനാനി ഒരു ചികിത്സാ സമ്പ്രദായമാണ്. അപ്പൊ തൽക്കാലം നമുക്ക് യോ വെച്ചിട്ട് ബാംഗ്ലൂർ, യുനാനി ബാംഗ്ലൂരാണ്. ഇനി അടുത്തത് ഫാക്ഫിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, മുംബൈ. അപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ വെച്ചിട്ടുള്ള പേരായിരുന്നു. ഇപ്പൊ ഈ ഫാക്ഫിൻ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും, ഹാഫ്കിൻ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്താ സാധനമെന്ന്. അത് ആ സയന്റിസ്റ്റിന്റെ പേര് വെച്ചിട്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അതായത് ഹാഫ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബയോകെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ദ കൺട്രി. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1899. അപ്പോൾ ആ സയന്റിസ്റ്റിന്റെ പേര് വെച്ചിട്ടാണ് അത് ഇട്ടേക്കുന്നത്, വാൾഡിമർ ഹാഫ്കിൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അനുസ്മരണാർത്ഥം ഇട്ടേക്കുന്ന പേരാണിത്. ഹി ഇൻവെന്റഡ് ദ പ്ലേഗ് വാക്സിൻ കണ്ടുപിടിച്ച അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നത്, മുംബൈയിലാണ്. അപ്പോൾ ഹാഫ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, മുംബൈ. അത് ഓർക്കാൻ ഇന്നലെ ഒരു പ്രത്യേകതരം കോഡ് ചെയ്തായിരുന്നു. അതായത് ഒരു സിനിമയില്ലേ, മറ്റേ റങ്കണ്ണന്റെ സിനിമയിൽ മുംബൈ കാണിക്കുന്ന ഛോട്ടാ മുംബൈയുടെ ഒരു സീനുണ്ടല്ലോ. അതായത് ബെഡാ ഛോട്ട, എന്നിട്ട് ഓം ബൈ. ആ കോഡിൽ നിന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് കോഡിന്റെ ദാരിദ്ര്യം വന്നപ്പോൾ ഒരു കോഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അതായത് ഈ ഹാഫ്കിൻ, അപ്പൊ ഹാഫ് എന്ന് പറയുമ്പോൾ പകുതി. അപ്പൊ നമ്മളിങ്ങനെ മുങ്ങുമ്പോ, ഇപ്പൊ ഞാൻ ഇത്ര ഉണ്ടെങ്കിൽ മുങ്ങുമ്പോ എന്റെ ഹാഫ് പൊക്കായി പോകത്തില്ലേ, ആ രീതിയിൽ ഹാഫ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബോംബെ. എന്ത് ദാരിദ്ര്യം പിടിച്ച കോടാന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. വേറെ മാർഗമൊന്നുമില്ല. 14 ഓർത്ത് വയ്ക്കണ്ടേ. അപ്പൊ ഇത്രയും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തിന്റെ കുറെ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചു. അപ്പൊ ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ അടുത്ത സെക്ഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.